ബിഗ് ബോസ് മലയാളം സീസൺ 7 നമ്മുടെ ലൈവ് എപ്പിസോഡ് റിയാക്ഷനിലോട്ടാണ് നമ്മളിന്ന് പോകാൻ പോകുന്നത്. നമ്മുടെ ഈ ഫാമിലി വീക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇത്തിരിയെങ്കിലും സന്തോഷവും ഇത്തിരിയെങ്കിലും ഒരു ആത്മവിശ്വാസവും കിട്ടിയിരിക്കുന്നത് നമ്മുടെ ആദിലേക്ക് നോറയ്ക്കുമാണെന്ന് തോന്നുന്നു. ലക്ഷ്മി വീട്ടിൽ കയറ്റാൻ കൊള്ളൂല എന്ന് പറഞ്ഞ് ആദിലെ നോറയും പറഞ്ഞപ്പോൾ ലാലേട്ടൻ ആദ്യം പറഞ്ഞു, എൻ്റെ വീട്ടിൽ എപ്പോഴും വരാം, എൻ്റെ വീട്ടിലേക്ക് ഞാൻ അവരെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അതേ കണക്ക് തന്നെ ഈ ഫാമിലി വീക്ക് വന്ന ഒരു കണ്ടസ്റ്റൻസ് പോലും ആദിലെയും നോറയുടെ അടുത്തും വീട്ടിൽ വരണ്ടെന്നോ അവർ മുഖം കറുപ്പിച്ചൊരു ഭാഷ പറഞ്ഞിട്ടോ ഇല്ല. ലക്ഷ്മിയുടെ അമ്മ വരെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ വീട്ടിൽ വരാം എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ഫാമിലി വീക്ക് കൊണ്ട് എനിക്ക് തോന്നുന്നു ആദിലെയും നോറയും ഈ ബിഗ് ബോസ് വരുന്നതിന് മുൻപ് ഒരുപാട് ഹെയ്റ്റ് ഉണ്ടായിരുന്നു, ഇഷ്ടം പോലെ ഹെയ്റ്റ് ഉണ്ടായിരുന്നു. ഈ LGBT കമ്മ്യൂണിറ്റി ആയിട്ടും അങ്ങനെ ഒരുപാട് ഹെയ്റ്റ് ഉണ്ടായിരുന്ന രണ്ട് വ്യക്തികളാണ് ആദിലെയും നോറയും. എന്ന് വെച്ചാൽ ഇവരിപ്പോൾ ഒരു ഇൻ്റർവ്യൂ കൊടുത്താലോ, ഒരു ലൈവ് ഇവരെ ചാനലിൽ പോയാലോ, ഒരു ഷോർട്ട് വീഡിയോ ഇട്ടാലോ ഇവരെ കമൻറ്റ് ബോക്സ് എടുത്താൽ അറിയാം എന്തുമാത്രം ഹെയ്റ്റ് കമൻസാണ് വന്നുകൊണ്ടിരുന്നതെന്ന്. അതെല്ലാം ഈ ഒരു ബിഗ് ബോസ് കൊണ്ട് മാറി കിട്ടുകയും ഈ ഹെയ്റ്റിങ് ചെയ്തവർ പോലും എന്ന് വെച്ചാൽ ഹെയ്റ്റ് കമൻറ്റ് വരെ ഇട്ടത് പോലും അവർ പോലും ഇവർക്ക് വോട്ട് പോലെ കൊടുക്കുന്നുണ്ട് ഇപ്പോൾ അവരുടെ കണ്ടസ്റ്റൻ്റ് അവരെ കളി കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഈ ബിഗ് ബോസ് രണ്ട് രീതിയിൽ കാണാം. ഹെയ്റ്റ് ആയിരുന്നവരെ ഹെയ്റ്റ് മാറ്റാനും ഹെയ്റ്റ് ഇല്ലാത്തവരെ ഹെയ്റ്റ് ആക്കി എടുക്കാനും സാധിക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമാണ് ബിഗ് ബോസ്. എന്ന് വെച്ചാൽ അവരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് അവർക്കിത് കിട്ടുന്നത്. പിന്നെ അതേ കണക്ക് തന്നെ ഈ ഫാമിലി വീക്ക് ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിയാറായി. എനിക്ക് തോന്നുന്നു ഇന്നും കൂടെ കാണാനുള്ള ചാൻസ് ഉണ്ട്. ഇന്ന് എനിക്ക് തോന്നുന്നില്ല, എല്ലാം ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇനി ആരെങ്കിലും വരാനുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ആരെങ്കിലും കാണത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ആഴ്ച മൊത്തം ബിഗ് ബോസ് ഫാമിലി വീക്കും കൊണ്ട് നിറഞ്ഞു. ഇന്നൂടെ ഉള്ളു. ഇന്നത്തെ എപ്പിസോഡ് ഇനി ഈ ഫാമിലി വീക്ക് കൊണ്ടുവരാനുള്ള കാര്യം തന്നെ ഈ 60ാമത്തെ ദിവസം ഇതുവരെ ഫാമിലി വീക്ക് കൊണ്ടുവന്നിട്ടില്ല. ലാസ്റ്റ് ആഴ്ചയിലോ സെക്കൻഡ് ലാസ്റ്റ് ആഴ്ചയിലോ ഒക്കെയാണ് ഫാമിലി വീക്ക് വന്നുകൊണ്ടിരുന്നത്. ഇപ്പം നേരത്തെ ബിഗ് ബോസ് കൊണ്ടുവന്നു. അത് പുറത്തെ കാര്യങ്ങൾ കുറച്ചെങ്കിലും അറിഞ്ഞോട്ടെ, കളിക്കാത്ത ആൾക്കാർ കളിച്ചോട്ടെ എന്നായിരിക്കാം ബിഗ് ബോസിൻ്റെ തോട്ട്. എന്തായാലും അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ വിശദമായിട്ട് അറിഞ്ഞുകൂടാ. എന്തായാലും ആദിലെയും നോറയ്ക്കും ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് ഈ ഒരു ഫാമിലി വീക്ക് കൊണ്ട്. നിങ്ങൾ തന്നെ കമൻറ്റായി രേഖപ്പെടുത്തു. അതേപോലെ തന്നെ ഈ നമ്മുടെ ലൈവ് വോട്ടിംഗ് റിസൾട്ട് വീഡിയോസും അതേ കണക്ക് തന്നെ എപ്പിസോഡ് റിയാക്ഷനും ഒക്കെയാണ് ഈ ചാനൽ വരുന്നത് വീഡിയോ ആയിട്ട്. കൂടാതെ തന്നെ ഈ നല്ല നല്ല കമൻറ്റോട് രേഖപ്പെടുത്തുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കണ്ടസ്റ്റൻറ്റിൻ്റെ പേരോ അതേ കണക്ക് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഈ ബിഗ് ബോസിലെ കാര്യങ്ങളോ അതേ കണക്ക് തന്നെ എന്തെങ്കിലും റിയാക്റ്റ് ചെയ്യണോ എന്നുള്ള വീഡിയോസോ എന്തെങ്കിലും കമൻറ്റായി രേഖപ്പെടുത്തുക. അതും എനിക്കൊരു പ്രചോദനമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും പറഞ്ഞിട്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ താങ്ക് യു.